കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. യെസ്, കഴിഞ്ഞ ദിവസം ട്രംപ് സ്കോട്ട്ലൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും മാറാൻ ശ്രമിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളൊരു മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പ് നഷ്ടമാകും. പ്രത്യേകിച്ചും ബ്രിട്ടൻ, യൂറോപ്പൊന്നല്ല, പ്രത്യേകിച്ചും ബ്രിട്ടൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നഷ്ടമാകുന്നുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഡയലോഗ് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യത്തിലോട്ട് മാറ്റി. അങ്ങനെ ഇവിടെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ കൂടുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് വീണ്ടും ശക്തമാകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം നോർവിച്ചിലും അതുപോലെ തന്നെ ഈസ്റ്റ് കാമിലും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ എല്ലാം തന്നെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്ന ഫ്ലാറ്റിന് താഴെയായിട്ടാണ് ഇവർ സമരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇവിടെയുള്ള ഗവൺമെൻറ്റിന് ഇത് എന്താ പറയുന്നത്, ഒരു മാറ്റം വരണമെന്ന് ഉള്ളിൽ തോന്നിയില്ലെങ്കിൽ നാടിൻ്റെ അവസ്ഥ വളരെ ശോകമായി പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രിട്ടൻ്റെ മാത്രമല്ല, പക്ഷേ എടുത്തിപ്പോൾ ബ്രിട്ടൻ എന്നെല്ലാവരും പറയുന്ന കാര്യം ബ്രിട്ടനാണ് ഈ നല്ല രീതിയിൽ മാറാനുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങളെ ഏറെക്കുറെയൊക്കെ ഒതുങ്ങിയെന്ന് പറയാൻ പറ്റും. ബ്രിട്ടനാണ് ഇനി ശരിക്കും മാറേണ്ടത്. കാരണം എത്ര ആൾക്കാർ വന്നാലും അവരെല്ലാം തന്നെ ഇംഗ്ലീഷ് ചാനൽ വരുന്ന ആൾക്കാരെ എത്രയാണെന്നുണ്ടെങ്കിലും അവരെല്ലാം പിടിച്ചു കയറ്റി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഒരു വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 30,000-30,000 പൗണ്ട് ഇതിനുവേണ്ടി ചിലവഴിക്കുകയാണ്. അപ്പോൾ സാമ്പത്തിക വ്യവസ്ഥ താഴോട്ട് പോകുന്നു. കാരണം ഈ വരുന്ന ആൾക്കാർ ഇപ്പം ഇങ്ങനെ വന്ന് താമസിപ്പിക്കുന്നുള്ളതൊക്കെ ഇപ്പം അവർക്ക് ഇൻകേസ് PR കൊടുക്കുന്നു. ഇപ്പോഴാണ് ഇല്ലെങ്കിൽ മറ്റേ നമ്മുടെ അസൈലം ആപ്ലിക്കേഷൻസൊക്കെ റിജക്ഷൻ ശരിക്കും തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഇവർ ലീഗലായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇത് ഇല്ലീഗലായിട്ട് വരുന്നു, ഗവൺമെൻറ് നമ്മൾ ഇവിടെ ഇപ്പോൾ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ടാക്സ് എടുത്ത് ഇവർക്ക് കൊടുക്കുന്നു, എന്നിട്ട് ഇവർ PR കിട്ടുന്നു. PR കിട്ടിയിട്ടും ഇവർ ഇതിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാർ തന്നെ ഇപ്പോഴും ക്യാഷ് ഇൻ ഹാൻഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ലീഗലായിട്ട് വന്നിട്ടാണ് അവർ വീണ്ടും ഗവൺമെൻറ് ബെനിഫിറ്റ് വാങ്ങി അവർ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമ്പ്രദായ സിസ്റ്റം ഇത് മാറ്റാനുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊരു സമരം ചെയ്യണം എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ശരിക്കും സമരം ചെയ്യേണ്ടത് ഈ ഒരു സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ്. ബെനിഫിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ലീഗലായിട്ട് നിൽക്കുന്നവരെ ബാധിക്കുന്നതാണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബെനിഫിറ്റ് നന്നായിട്ട് കുറയ്ക്കുക, അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാം കയറി വരുന്നത്. അത് കുറയ്ക്കുക, അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്ന പരിപാടിയും കൂടെ ചെയ്യുക. സോ ഇതാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ഇവിടെ സമരം ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ അവരുടെ ഫ്ലാറ്റിന് താഴെ പോയി നിന്നിട്ട് അവർക്കെതിരെ മാത്രം സമരം ചെയ്തിട്ട് കാര്യമില്ല. ഗവൺമെൻറ് ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിക്ക് ഇവർ സമരം ചെയ്യണം. അത് ബെനിഫിറ്റ് കുറയ്ക്കുന്ന പരിപാടിയാണെങ്കിലും ഇത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ റീഫോം പാർട്ടി വരണം. റീഫോം പാർട്ടി ഇനി എപ്പോഴാണ്, എന്താണ് 2028 ആവും, ചിലപ്പോൾ അതിന് മുന്നേ വരുമായിരിക്കും, പറയാൻ പറ്റിയില്ല ഈ രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണെങ്കിലും റീഫോം പാർട്ടി വന്നാൽ എത്രയും പെട്ടെന്ന് അത്രയും നല്ലത്. അത് ലീഗലായവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇല്ലെങ്കിലും വന്നില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ശോകമായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഒരാഴ്ചയിൽ 700-800 ആൾക്കാർ ഇങ്ങനെ ബോട്ടേ വന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം പിടിച്ചു കയറ്റി അവർക്ക് ഫുഡ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു, മെഡിസിന് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് കൊടുക്കുകയാണ്. ആരുടെ പൈസ എടുത്തിട്ടാണ് ഇതിൽ ഇവിടെ ലീഗലായിട്ട് വരുന്നവർ ആൾക്കാരുടെ പൈസ എടുത്തിട്ട്, എന്നിട്ട് ലീഗലായി വരുന്നവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് എല്ലാം കൂട്ടുന്നു, അവരുടെ വിസകളെല്ലാം റിജക്ഷൻ ചെയ്യുന്നു, അങ്ങനെ കുറേ പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു മാറ്റം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ രീതിയിൽ അത് ബുദ്ധിമുട്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിപ്പോൾ UK ആണോ എന്ന് തന്നെ നമുക്ക് തോന്നും. ഇപ്പോൾ ഈസ്റ്റ് ഹാം ആണെന്നുണ്ടെങ്കിലും അത് ലണ്ടൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പം മാഞ്ചസ്റ്റർ, നോർവിച്ച്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ഒരു ഏരിയ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ഇത് ഇവിടെ ആണോ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അപ്പോൾ ബംഗ്ലാദേശുകാരും പാകിസ്ഥാനും ഇന്ത്യക്കാരും എല്ലാം ആയിട്ട് താമസിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇംഗ്ലീഷായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. മനസ്സിലായോ? അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് അവർ വേറെ വീട് നോക്കും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കൈയടക്കി വരുന്ന പോലെയാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നതല്ല പ്രശ്നം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഓരോ കൺട്രി, ഇപ്പോൾ ഏത് കൺട്രിയാണോ ആ വരുന്ന ആ കൺട്രിയുടെ കൾച്ചർ അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ റൂൾസ് അനുസരിച്ച് ജീവിച്ചാൽ പ്രശ്നമില്ല. ഇവരിത്രയും ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഇവിടെ ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഇവിടെയുള്ള പോലീസാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് ബ്രിട്ടീഷ് പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പവറായിട്ട് നമ്മൾ ചിന്തിക്കുമെങ്കിലും അവർക്ക് പവറിൻ്റെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഒരു കാലം കഴിഞ്ഞതോടുകൂടി അതെല്ലാം കുറച്ചു എന്നുള്ള കാര്യം.
കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രതികളെ പിടിച്ച് കഴിഞ്ഞാൽ ഉപദ്രവിക്കരുതൊന്നുമില്ല ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. പ്രതികൾ ഇവരെ ഉപദ്രവിച്ചാൽ പോലും ഇവർക്കെതിരെ കേസ് വരുന്ന ഒരു സമയം, അങ്ങനെയാണ് ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ പോലീസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. അത് നമുക്ക് അത്രയും മാന്യമായിട്ടാണ് ഇവരെ ഡീൽ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം തന്നെ. പിടിച്ചിടിക്കുകയോ വെക്കാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, ഒരു നമ്മുടെ ലണ്ടൻ എയർപോർട്ട് നടന്നൊരു സംഭവം പണ്ട്. അപ്പോൾ അവിടെ ഒരാൾ കൂടി 3 പേർക്ക് ഇട്ടിടിക്കുന്നു, 2 പേര് കൂടി പിന്നെ പോലീസുകാർക്ക് ഇട്ടിടിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും പോലീസുകാർ അവരെ ആക്രമിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അവർ കേസ് കൊടുത്തത്. പിന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ എല്ലാം പുറത്ത് വന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ സമാധാനം എങ്ങനെയെല്ലാം തകർക്കാൻ നോക്കാം, അല്ലെങ്കിൽ എത്രത്തോളം ക്ഷമ നശിക്കുന്നതിനും വരെ എന്തൊക്കെ കാണിക്കാം, ഇതാണ് ഒരു ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ നമ്മുടെ റിഫോം പാർട്ടിയുടെ നേതാവ് നൈജൽ ഫാരഡെ പറയുന്ന പോലെ ഗൾഫിലെ നിയമം എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് പോലെ ഇനി ഒരു ഗൾഫിലെ നിയമ സിസ്റ്റങ്ങൾ അതിലിവിടെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ശോകമായി പോകുന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയാനില്ല. കാരണം നിയമശക്തമാക്കാതെ ഇനി ഒരു കളി ഇവിടെ നടക്കത്തില്ല. അല്ലാതെ ലീഗലായിട്ട് വരുന്നവരെ മാത്രം ഇവിടെ പിന്നെ വിസ റിജക്റ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ അവർ വിസ വേണ്ടെന്ന് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ തന്നെ ആദ്യം പറഞ്ഞു. കാരണം ചുമ്മാ ലണ്ടൻ നഗരത്തിൽ കൂടെയൊക്കെ തോക്കും പിടിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നു, വെട്ടിവെക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ പോലീസുകാർക്ക് അതിനുള്ള ഒരു ഇത് കൊടുക്കണം, ഒരു പവർ കൊടുക്കണം. ഇങ്ങനെ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടുതാഴെ വെടിവെക്കുക, അല്ലെങ്കിൽ വെടിവെച്ച് തീർത്തേക്കുക എന്നുള്ളത്. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇവരെ പിടിച്ച് ജയിലിലിടുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ അവർ പുറത്തിറങ്ങുന്നു, ഇതൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എന്തായിരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കേസേ ഉള്ളൂ. കാരണം അത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സും അവരുടെ കുട്ടികളും ഒക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി ഇപ്പം ഈ സെക്സ് റാക്കറ്റിൻ്റെ സംഭവങ്ങൾ ഇവിടെ ഒത്തിരി കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ മയക്ക് വരുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഒരുപാട് റാക്കറ്റുണ്ട്. ഇപ്പം ഒത്തിരി വില്ലേജുകൾ ഏരിയയായിട്ട് താമസിക്കുന്നവർക്ക് അത്രയും പ്രശ്നമില്ല. പക്ഷേ സിറ്റികളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കേന്ദ്രമാണ്. പിന്നെ എല്ലാം ഉണ്ട്, മോഷണം, പിടിച്ചു പറയും, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ റിഫോം പാർട്ടി ഇന്നല്ലേ നാളെ വരണം, അല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ വളരെ ശോകമാവും എന്നുള്ളതാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടും ബ്രിട്ടൻ താഴെ പോവും, അതല്ലാതെയും ബ്രിട്ടൻ താഴെ പോവും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയെങ്കിലും ഇവരുടെ തലയിൽ ഈ ബോധം ഉദിച്ചാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി വീഡിയോ എന്ന് വെച്ചാൽ ഇതൊരു മെയിൻ ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ നാട്ടിലെ കൾച്ചർ ഇങ്ങോട്ട് കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അത് തന്നെ വെറും ഒരു പൈത്യം പിടിച്ച പരിപാടിയാണ്. നമ്മൾ ഏതൊരു കൺട്രി ചെന്നാലും ആ കൺട്രിയിലെ കൾച്ചർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു നോക്കുക, അവിടുത്തെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു നോക്കുക. ഇത് നാട്ടിൽ നിന്നാണെങ്കിൽ അവിടുന്ന് മതം എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് റോഡിൽ മുഴുവൻ മതവും വിളമ്പി അതങ്ങനെ വെറുപ്പെങ്കിലും ഒരു സൈഡിലുണ്ട്. അതുകൂടാതെ പിന്നെ റോഡൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത്രയ്ക്കും നല്ല രീതിയിലാണ് റോഡുകളൊക്കെ കിടക്കുന്നത് നമ്മുടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലത്ത്. പിന്നെ ഒരു സൈഡ് മുഴുവൻ ബംഗ്ലാദേശ്, അതങ്ങനെ. അപ്പം മൊത്തം ഇത് ഈ ഒരു നാടാണോ എന്ന് ചില സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇത് ലണ്ടനിൽ തന്നെയാണോ നമ്മൾ, അല്ലെങ്കിൽ UK തന്നെയാണോ നമ്മൾ നിൽക്കുന്നതെന്ന്. കാരണം അതുപോലെ ആൾക്കാർ അങ്ങ് വന്നു. കാരണം ഇവരിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആൾക്കാരെല്ലാം ഇതുപോലെ കയറി വന്നത്. ഇനിയൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ വളരെ ശോകമാകും മുന്നോട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ തോന്നലുകൾ നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.